അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമസ്തയുടെ നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായ സമസ്തയുടെ പ്രസിഡന്റും അതുപോലെ നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായ സെക്രട്ടറി, അതുപോലെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ അജയ്യനായ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത് തീവ്രവാദം ഇസ്ലാമല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി പറയാനാണ്. സുഹൃത്തുക്കളെ, ജനങ്ങളെ, ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, തീവ്രവാദം എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിനോട് യോജിച്ചതല്ല. അത് ഇസ്ലാമിനോട് ചേർക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് തീവ്രവാദം എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഒരുപാട് മതങ്ങൾ, ഒരുപാട് മറ്റു രാഷ്ട്രീയ പ്രവർത്തകരും മറ്റു ഇതര മതസ്ഥരും ഇസ്ലാമിനെ ഒരു തീവ്രവാദികളായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ്. കേവലം ഒരു മുസ്ലിം എന്ന പേരുള്ള ഒരാൾക്ക് നേരെ അവൻ മുസ്ലിമാണ്, അവൻ തീവ്രവാദിയാണ് എന്ന് കേവലം മുദ്ര കുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സുഹൃത്തുക്കളെ, നാം ഏറെ ചിന്തിക്കേണ്ടതുണ്ട്, നാം ഏറെ ബോധവാന്മാരാവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസകരമായ, വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ഇസ്ലാമിന് നേരെ വളരെ തീവ്രവാദം എന്ന പോലെയുള്ള അതിലും വലുതായ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിന് മേൽ മുദ്രകുത്തി ചുമത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയാവട്ടെ സമസ്തയുടെ ഈ യുവജാഗ്രതാ സദസ്സ് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ഇന്ത്യൻ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് ബോളറായിട്ടുള്ളത് ഷമി ആയിരുന്നു. ഷമിക്ക് നേരെ കേവലം ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ ഷമിക്ക് നേരെ വന്ന ആക്രമണങ്ങൾ, അദ്ദേഹത്തിനെതിരെ വന്ന ഒരുപാട് ആരോപണങ്ങൾ നാം ഏവരും കണ്ടവരാണ്. തീർച്ചയായിട്ടും ഇസ്ലാം തീവ്രവാദത്തിനെ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന ഒരു സത്യസന്ധമായ കാര്യമാണ്. പിന്നെന്തിനു വേണ്ടി മറ്റു മതസ്ഥർ, അല്ലെങ്കിൽ മറ്റു സാമൂഹ്യ പ്രവർത്തകർ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഇസ്ലാമിനെ ചൂഷണം ചെയ്യുന്നു, ഇസ്ലാമിന്റെ മേൽ തീവ്രവാദത്തെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത് നാം ഒരു ചിന്തിക്കേണ്ട വേറെ വിഷയമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ തീവ്രവാദം ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഘടകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.